നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുകോട്ടയായ നാട്ടിക മണ്ഡലത്തെ ഞെട്ടിച്ച് സിറ്റിംഗ് MLA CC മുകുന്ദന്റെ രാജി. മുൻ MLA ഗീതാ ഗോപിയെ മൂന്നാമതും നാട്ടികയിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. തൃശൂരിനൊപ്പം നാട്ടികയിലും CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക ഉയർന്നതിന് പിന്നാലെയാണ് സിറ്റിംഗ് MLA CC മുകുന്ദൻ പ്രതിഷേധവും പിന്നാലെ രാജി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. മൂന്നാം തവണയും മത്സരിക്കാനിറങ്ങുന്ന ഗീതാ ഗോപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് CC മുകുന്ദൻ MLA ഉന്നയിക്കുന്നത്. പേയ്മെന്റ് സീറ്റാണ് ഗീതാ ഗോപി നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നാട്ടികയിൽ 2 തവണ മത്സരിച്ചു ജയിച്ച ഗീതാ ഗോപി MLAയെ കഴിഞ്ഞ തവണയാണ് 2 ടേം പറഞ്ഞ് മാറ്റി നിർത്തിയത്. 2021 അതേ മണ്ഡലത്തിൽ CC മുകുന്ദൻ മത്സരിച്ച MLAയുമായി 28,431 വോട്ടുകൾക്കായിരുന്നു വിജയം. കടുത്ത വിഭാഗീയത ഉയർന്നു കേൾക്കുന്ന തൃശൂരിലെ CPIക്കുള്ളിൽ CC മുകുന്ദൻ എതിർശബ്ദമുയർത്തി വരുന്നതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത്. പാർട്ടിക്കായി പണം പിരിച്ചു നൽകാൻ തനിക്ക് കഴിവില്ലെന്ന് MLA തുറന്നടിച്ചു. വലിയ മുതലാളിമാർ നാട്ടിക മണ്ഡലത്തിലുണ്ടെങ്കിലും അവരോടെല്ലാം പാർട്ടിയെ സഹായിക്കണമെന്ന് മാത്രമാണ് താൻ പറയാറുള്ളത്. എന്നാൽ ഗീതാ ഗോപി പണം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ കഴിവുള്ള വ്യക്തിയാണെന്നും ഇത്തരം സ്ഥിതി അപകടകരമാണെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. നാട്ടികയിൽ 2 തവണ മത്സരിച്ചു ജയിച്ച ഗീതാ ഗോപി MLAയെ കഴിഞ്ഞ തവണയാണ് 2 ടേം പറഞ്ഞ് മാറ്റി നിർത്തിയത്. ആ സ്ഥാനത്ത് CC മുകുന്ദൻ മത്സരിച്ച MLA ആവുകയും ചെയ്തു. കടുത്ത വിഭാഗീയത ഉയർന്നു കേൾക്കുന്ന തൃശൂരിലെ CPIക്കുള്ളിൽ CC മുകുന്ദൻ എതിർശബ്ദമുയർത്തി വരികയായിരുന്നു. പാർട്ടിക്കായി പണം പിരിച്ചു നൽകാൻ തനിക്ക് കഴിവില്ലെന്ന് MLA തുറന്നടിച്ചു പറഞ്ഞു. വലിയ മുതലാളിമാർ നാട്ടിക മണ്ഡലത്തിലുണ്ടെങ്കിലും അവരോടെല്ലാം പാർട്ടിയെ സഹായിക്കണമെന്ന് മാത്രമാണ് താൻ പറയാറുള്ളത്. എന്നാൽ ഗീതാ ഗോപി പണം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ കഴിവുള്ളതായും അത്തരം സ്ഥിതി അപകടകരമാണെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. ഇത് അവസരം ഉണ്ടാവുമെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് സീറ്റ് എന്നൊന്നല്ലേ തോന്നാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാ ഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടും എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ പരിശോധിച്ച് പലപ്പോഴും എന്നോട് സാമ്പത്തികമായി പാർട്ടി പറയാറുണ്ട് പിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഞാൻ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഇതുവരെ അവരത് പോയിട്ടിൽ ഇടപെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടിയെ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാറ്. പക്ഷേ അതിൻ്റെ വ്യത്യസ്തമായ നിലപാടുകളാണ് പിന്നെ വന്നത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ സാമ്പത്തികമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഇവരാണ് എനിക്ക് മനസ്സിലാക്കി. അവരെ ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രം ഞാൻ പരിശോധിച്ചു. അവരെ ഉണ്ടായതിന് തൊട്ട് ഇപ്പം നിങ്ങൾ അവരുടെ വസ്തു കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആ അപകടസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വേറെ എത്ര സ്ഥാനാർത്ഥികളുണ്ടായി എല്ലാ ഘടകത്തിലും 2 മണ്ഡലം കമ്മിറ്റി ഘടകത്തിലും ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥികൾ 7, 8, 9 സ്ഥാനാർത്ഥിയുടെ പേരാണ് വന്നത്. അവരൊന്നും അംഗീകരിക്കാതെ ഈ പറയുന്ന കക്ഷി എടുത്തപ്പോൾ ഇതിലെന്തോ സാമ്പത്തിക ഭദ്രത ഉറപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പാർട്ടി അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോയാൽ നമ്മൾ പൊതുവെ ജനങ്ങൾ അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ. അത് ക്രമേണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പ്രതികരിക്കുന്ന ഇതിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറാണ്. എന്നോട് വിളിച്ച് പറഞ്ഞ് വന്നവർ എൻ്റെ പലരും ഇന്ന പോലെ വരേണ്ടായി എൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാം വിളിച്ചു കൂട്ടുക, നമുക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് എൻ്റെതായ കാര്യങ്ങൾ പച്ചയായി പറയാൻ സ്റ്റേറ്റ് മുഴുവൻ അറിയാതെ ഞാൻ ഇതിൽ പറയും. ആകപ്പെടുന്ന എൻ്റെ അടുത്ത് വന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കണം, ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താ അവരൊക്കെ പറയാൻ പറ്റില്ല. ഓരോ പാർട്ടിയുടെ കാര്യം സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ എല്ലാ 100% സപ്പോർട്ട് തരാമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തന്നെ പിന്നിൽ നിന്ന് കുത്തിയ ശിഷ്യന്മാരെക്കുറിച്ച് താൻ വിളിച്ചു പറയും. തന്നെ സ്നേഹിക്കുന്ന ഏതു പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നുമാണ് MLA പറഞ്ഞത്. ഇതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ CC മുകുന്ദൻ MLAയുമായി പ്രത്യേകം ചർച്ചയും നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് CC മുകുന്ദൻ MLA രാജിവെച്ച വിവരം പുറത്തുവരുന്നത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് സൂചന. മറ്റു ചില പാർട്ടികൾക്കൊപ്പം സ്വന്തം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും തനിക്കുണ്ടെന്ന പ്രതീക്ഷയിലാണ് CC മുകുന്ദൻ MLA. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും മുൻപേ CPIയിലുണ്ടായ പൊട്ടിത്തെറി വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.